ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തളി ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ക്ഷേത്രത്തിൽ ലഭിക്കുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, വലിയ ആഹ്ലാദം, സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിന് അവിടെ സ്വീകരണം നൽകുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ അവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും സ്മിത, കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യ സന്ദർശനമാണ് കേരളത്തിലേത്. അത് ആദ്യം കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സന്തോഷം. കേരളത്തിനും മലയാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ വന്ന് തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നത്. അല്ല, അതൊന്നും ഇപ്പോഴല്ലല്ലോ. അതിനുള്ള വേദിയല്ലല്ലോ. അല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ നിങ്ങളുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലേക്ക് അവിടുന്ന് വിളിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. അദ്ദേഹം മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ പ്രതികരണം നടത്തിയില്ല മാധ്യമങ്ങൾ. രാഹുലിൽ രാഷ്ട്രീയമൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചു, ഇപ്പോൾ മടങ്ങുന്നു. ഇനി അടുത്ത പരിപാടി എന്താണ്? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിന്നീട് മറുപടി പറയാം എന്നുള്ള രീതിയിലാണ്. മറ്റ് രാഷ്ട്രീയ അല്ലെങ്കിൽ തൻ്റെ അടുത്ത പരിപാടികൾ എന്താണ്, ഇക്കാര്യത്തിലൊന്നും തന്നെ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചില്ല. ക്ഷേത്ര ദർശനം തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ്. അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി തളി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനമാണ്. അത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇനി മറ്റ് സ്വകാര്യ 2 വ്യക്തികളുടെ വീട്ടിൽ സന്ദർശനം നടത്തും. അതിനുശേഷം 9 മണിക്കാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുക. പിന്നീട് കണ്ണൂരിലെ പരിപാടികളാണ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നത്.